ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. രാവിലെ തന്നെ എന്താ സാമ്പാറും ഒക്കെയുള്ള പരിപാടിയാണ് കേട്ടോ. വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. കുക്കറിലേക്ക് തലേന്ന് തന്നെ കുതിർത്ത് വെച്ച പരിപ്പ്, അതിനോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാമ്പാർ കഷ്ണവും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ചെടുത്താൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് സെറ്റായി കിട്ടും. ഹർഷക്കുട്ടി എഴുന്നേക്കുന്നതിന് മുന്നേ പണികളൊക്കെ നേരത്തെ ആക്കാച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും എന്റെ കുട്ടി അതിനേക്കാൾ സ്പീഡായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു കേട്ടോ. ഇനിയിപ്പോ ഒരു രക്ഷയില്ല, ഹർഷുവിനെ ഒരു കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് പണി ചെയ്യുക. അങ്ങനെ ദാ ചുട്ടെടുത്ത ദോശ ചൂടോടുകൂടി ഹർഷുവിന് ഒരെണ്ണം കൊടുത്തപ്പോൾ ഹർഷു അതിനേക്കാൾ സ്പീഡിൽ അങ്ങോട്ട് തിരിച്ചു തുപ്പിട്ടോ. ഇനിയിപ്പോ എന്തായാലും ഹർഷക്കുട്ടിക്ക് കടി കൊടുത്തിരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ സാമ്പാറിനുള്ള പരിപാടി അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് സാമ്പാറും തിളപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് അത് സെറ്റായിട്ടുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ ഇതാ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പൊന്നൂസിന് കൊണ്ടുള്ള ഒരു മുട്ടയും കൂടെ പൊരിച്ച് അങ്ങനെ ഇതാ പൊന്നുകുട്ടിക്കുള്ള ലഞ്ചും കൂടെ റെഡിയാക്കി പൊന്നൂസിന് കൊടുത്താൽ നമ്മുടെ മുക്കാൽ പണി രാവിലത്തെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റായി. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കുറച്ച് നത്തള് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ മീൻ പൊരിച്ചതും കൂടെ ആയ എൻ്റെ ഏകദേശം പണികളൊക്കെ രാവിലത്തെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയത് സ്കൂളിൽ പോയിട്ട് പൊന്നുകുട്ടിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോന്ന്. അങ്ങനെ ഞാനും ഹർഷക്കുട്ടിയും കൂടെ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. പൊന്നൂസിനെ പക്ഷെ വിട്ടു തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ അവിടെ പോസ്റ്റ് ആയിരുന്നു. ഇതാ പൊന്നൂസിനെയും കുട്ടികളൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. പൊന്നൂടെ അടുത്ത് നമ്മളെത്തി. പൊന്നു സർപ്രൈസ് ആയി ഗൈസ്, ഞെട്ടി തരിച്ചതാ പൊന്നുകുട്ടി നിൽക്കുന്നു. അങ്ങനെ ഇതാ ഞെട്ടി തരിച്ച പൊന്നുകുട്ടീനെ കൂട്ടിയിട്ട് നേരെ പോയത് ചായ കുടിക്കാനാട്ടോ. ചിന്നകൂട്ടിൽ കൂടുതൽ പലഹാരങ്ങളുള്ള കട തപ്പിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കടയിലേക്കൊക്കെ എത്തി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇലയുടെയും പക്കവടയും കട്ട്ലൈറ്റും ലൈമും വെള്ളച്ചായയൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ലോണം ഇരുന്ന് കുടിച്ചതിന് ശേഷം ഇനി 1-2 പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വേണം വീട്ടിലേക്ക് പോകും. ഇപ്പൊ എന്തായാലും തൽക്കാലം ആശ്വാസമായിട്ട് ഞങ്ങൾ 3 വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇത് നേരെ പോകുന്നൊരു ഫാൻസിയിലേക്കാണ്. നമുക്ക് കമ്മൽ വേണമായിരുന്നു എനിക്കും പൊന്നൂസിനും കൂടെ. അങ്ങനെ കമ്മലൊക്കെ ഞങ്ങൾ നോക്കി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്മൽ എന്ന് പറഞ്ഞു പോയിട്ട് 1-2 സാധനങ്ങൾ കൂടുതൽ തന്നെ വാങ്ങിട്ടോ. അതിനുശേഷം നേരെ പോകുന്ന ഇമേജിലേക്കാണ്. ഇമേജ് അങ്ങനെ ഫോണിനൊരു പൗച്ച് വാങ്ങണം, അതുപോലെ തന്നെ എന്താ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇമേജിലേക്ക് വന്നപ്പോൾ നല്ല അടാറ് തിരക്കാണ് കേട്ടോ. എന്നാലും വേണ്ടില്ല, ഞാൻ അതൊക്കെ നോക്കിയെടുത്തു. ഇതിന് ശേഷം നേരെ വീട്ടിലേക്കാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.